ഹലോ ഗായ്സ്, അസ്സാം വലൈക്കും. നമ്മളിന്ന് കുറച്ച് വെറൈറ്റി ചെടികളും അതേപോലെ ചെടിച്ചട്ടികളും അക്വേറിയമൊക്കെ കാണാനായിട്ട് പോവുകയാണ് കേട്ടോ. ഇതെവിടെ സ്ഥലം എന്ന് വെച്ചാൽ എൻ്റെ അമ്മാൻ്റെ ആങ്ങളുടെ മോൻ്റെ വീടാണ്. ഞങ്ങൾ വെറുതെ ഒരു വൈകുന്നേരം ഒരു വിസിറ്റിങ്ങിന് പോയപ്പോൾ കണ്ട കാഴ്ചകളാണ്. ഒരുപാട് ഭംഗിയില്ല, ഒരുപാട് ക്രിയേറ്റിവിറ്റി നമുക്ക് അവിടെ കാണാനായിട്ട് കഴിഞ്ഞു. ഇത് അവിടുത്തെ കാക്ക ഉണ്ടാക്കിയ ഒരു ചെറിയൊരു കുളമാണ് കേട്ടോ. അതിൽ കുറേ ഗപ്പീസും പിന്നെ ഒരുപാട് ചെടികളൊക്കെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതുണ്ട്, അതൊരു PVC പൈപ്പിലാണ് ഈ ചെടിച്ചട്ടികൾ കൊടുത്തിട്ടുള്ളത്. 1 2 3 ഇതിൽ ചട്ടികളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് അതേമാതിരി സിമെൻറ്റിൽ തുണി മുക്കിയിട്ടാണ് ഈ ചട്ടി അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ളത്. കണ്ടോ, ഇതൊക്കെ ഓരോ ബോട്ടിലിൻ്റെ മുകളിൽ ചെടിച്ചട്ടി വെച്ചിട്ടാണ് ചെടി നട്ടിട്ടുള്ളത്. അതേമാതിരി ബോട്ടിലാർട്ട് ചെയ്ത് ഒരുപാടുണ്ട്. അതേമാതിരി ബൊഗൈൻവില്ലസ് പറഞ്ഞ ചെടി അത് ഒന്നുള്ള അവിടെ കാണാനായിട്ട് കഴിഞ്ഞത്. പിന്നെ ഈ കാണുന്നത് കിണറാണ്, വേറെ ഒന്നും കരുതണ്ട കേട്ടോ. കിണറൊക്കെ പെയിൻ്റൊക്കെ ചെയ്ത് ഉഷാറാക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് മണി പ്ലാന്റ്സും പേരറിയാത്ത ഒരുപാട് ചെടികൾ അവിടെ കണ്ടു കേട്ടോ. മീനുട്ടി മീനിനൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കണതിൽ ഒരുപാട് ഗപ്പീസ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ നോക്കി നിൽക്കുകയാണ് അവൾ. കണ്ടോ, ഈ ചട്ടിയും ഒക്കെ ചെയ്ത് കണ്ടില്ലേ നിങ്ങളൊക്കെ? ഭയങ്കര ക്രിയേറ്റിവിറ്റി തന്നെയാണ്. ഏതായാലും നല്ല ഭംഗിയില്ല ഒരുപാട്. ഇതൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ള അവിടുത്തെ ഇക്കയാണ് കേട്ടോ ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. ഫുള്ള് മണി പ്ലാന്റാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഓക്കെ, അറിയാത്ത കുറേ ചെടികളുണ്ട്. ടർട്ടിൽ വൈന്, മണി പ്ലാന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ അവിടെ ഒരു ബോട്ടിൽ എന്തോ ഒരു ചെടി നട്ടിട്ടുണ്ട്. ഇതൊരു പ്രത്യേകത തരം മുളച്ചെടിയാണ്. നിങ്ങളുടെ നാട്ടിലെന്താ പറയുക എനിക്കറിയില്ല, എനിക്കങ്ങനെയുള്ളൂ അറിയാം കേട്ടോ പറയാൻ. പിന്നെ ഈ ഭാഗത്ത് കുറച്ച് റയോ പ്ലാന്റ് നട്ടിട്ടുണ്ട്. എന്താ ഈ മതിൽമലൊക്കെ വെച്ചതൊക്കെ അദ്ദേഹം ഉണ്ടാക്കിയ ചെടിച്ചട്ടിയാണ് കേട്ടോ. അതൊക്കെ സിമെൻറ്റിൽ തുണി മുക്കിയിട്ടാണ് ഉണ്ടാക്കുന്ന ചിലർക്കൊക്കെ അറിയാം. ഇത് കണ്ടോ, ഇതൊരു കമ്പുമ്മ കയറ് ചുറ്റിയെടുത്തിട്ടാണ് ഈ 3-4 ചട്ടികൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. PVC പൈപ്പുമ്മലും ചെയ്തിട്ടുണ്ട്. അതേമാതിരി ഇതാ ഈ ചെടിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ചെടി, ഇത് അതേമാതിരി അദ്ദേഹം ഉണ്ടാക്കിയ ചെടിച്ചട്ടിയാണ് കേട്ടോ. അതേമാതിരി ഈ മണി പ്ലാന്റ് ഉള്ളതും ഒക്കെ അദ്ദേഹം ഉണ്ടാക്കിയതാണ്. അദ്ദേഹം നല്ലൊരു പെയിൻറ്ററും ഡിസൈനറും ഒക്കെയാണ് കേട്ടോ. വീടിൻ്റെ ഉള്ളിൽ ഒരുപാട് ചെടികൾ കാണാനായിട്ട് കഴിഞ്ഞു. പക്ഷേ വീടിൻ്റെ ഉള്ളിൽ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. വീടിൻ്റെ പുറം വശം മാത്രമേ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് മതിലിൻ്റെ സൈഡിൽ മല്ലിക ചെടികൾ ഒരുപാട് നട്ടിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായി കാണാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണം. ഓക്കെ, ചെടികളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ലൈക്ക് ചെയ്യണം. അതൊക്കെ PVC പൈപ്പും ചെയ്താട്ടോ. അപ്പോൾ നമുക്ക് സ്ഥലം ലാഭിക്കാം. ഒരു 2 3 4 ചെടികൾ ഒറ്റതിൽ പോവുകയും ചെയ്യും. ഭംഗി ഉണ്ടാവും കാണാൻ, നല്ല ഭംഗിയുണ്ട് കാണാൻ ചെയ്തതൊക്കെ. അപ്പം നമുക്ക് അതിൻ്റെ അടിഭാഗമൊക്കെ വൃത്തിയാക്കണമെങ്കിലൊക്കെ നല്ല സുഖമാണ് കേട്ടോ. ബോട്ടിൽമേൽ വെച്ചുകൊണ്ട് അതിൻ്റെ അടിഭാഗത്തൊക്കെ